PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് നിന്നും PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് മാത്രമല്ല, വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് നമ്മൾ മുൻപൊരിക്കൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും 1 മണിക്ക് ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. PSCയുടെ ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. അതുപോലെ തന്നെ കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. PYQ ഡിസ്കഷനാണ്. മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ലിങ്ക് വീഡിയോ വരുന്നതിനനുസരിച്ച് ലിങ്ക് ഷെയർ ചെയ്ത് തരും ടെലിഗ്രാമിൽ. ഇപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389 ആണ്. 389. അപ്പോൾ ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യയാണ് 389 എന്ന് പറയുന്നത്. ഇതിൽ 296 അംഗങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ്. 296 പേർ എവിടെ നിന്നുള്ളവരാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ്. ബാക്കി 93 അംഗങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 പേരും പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളവർ 93 പേരുമാണ്. അങ്ങനെയാണ് 389 അംഗങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ 296 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും, 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമാണ്. 292 അംഗങ്ങൾ എങ്ങനെയാണ്? 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും, 4 പേർ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുള്ളവരുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഓക്കെ ആണല്ലോ, ഇത്രയും സെറ്റ് അല്ലേ? ഇനി ഈ ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാ അനുപാതമനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകിയിട്ടുണ്ട്. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരവരുടെ ജനസംഖ്യാ അനുപാതമനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകിയിട്ടുണ്ട്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. എന്താണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം? എന്താണ് ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അഥവാ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. അപ്പോൾ അതിനനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാൻ തീരുമാനിച്ചു.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് പറയുന്നത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാൻ തീരുമാനിച്ചു. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണ്. 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ ഈ 296 അംഗങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും 3 പാഴ്സി മതക്കാരും ഉൾപ്പെട്ടിരുന്നു. 296 അംഗങ്ങളിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും 3 പാഴ്സി മതസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എത്ര സീറ്റാണ്? 208 സീറ്റ് കേട്ടോ. കോൺഗ്രസ് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേടിയത് 15 സീറ്റാണ്. ഓക്കെ, അപ്പോൾ 296 എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും 298 സീറ്റും മുസ്ലിം ലീഗിൽ നിന്നും 73 സീറ്റും സ്വതന്ത്രമായിട്ടുള്ള സീറ്റ് 15ഉമാണ് നേടിയത്. ഓക്കെ, അതുപോലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ നമ്മൾ പറഞ്ഞു എന്താണ്, ആകെ അംഗസംഖ്യ 389 ആണെന്ന് പറഞ്ഞു. ഇത് സഭയ്ക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അംഗങ്ങൾ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം സ്വാതന്ത്ര്യാനന്തരമുള്ള അംഗങ്ങളുടെ എണ്ണം പഠിച്ചിരിക്കണം. അതായത് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായി? 299. അപ്പോൾ അതും ഇവിടെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അത് 389 ആണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 299 ആണ്. അപ്പോൾ അതിൽ 299 അംഗങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ 229 എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗം. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 229, അതുപോലെ 70 എത്രയാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ അംഗങ്ങൾ 70ലുമാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 296 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളാണ്. അത് 229 ആയിട്ട് ചുരുങ്ങി. പിന്നെ 93 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നത് 70 ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ 299 ആണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം. അതിൽ 229 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ളവരും 70 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അംഗങ്ങളുമാണ് ഉള്ളത്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളികൾ എത്ര എണ്ണമാണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികൾ 17. ഓക്കെ, മലയാളി അംഗങ്ങൾ എത്രയാണ്? 17 ആണ്. വനിതകൾ ഉൾപ്പെടെയാണ് 17. അപ്പോൾ അതിൽ വനിതകൾ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ എത്രയാണ്? 3 മലയാളി വനിതകളാണ്. അപ്പോൾ ടോട്ടൽ 17 പേരുണ്ട്. അതിൽ 3 പേർ ആരാണ്? വനിതകളാണ്. 3 പേർ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് പഠിച്ചിരിക്കുക. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ 17 ആണ്. അതിൽ 3 പേർ വനിതകൾ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, 3, 1, 2, 4 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് മൂന്നാമത്തേതാണ്. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ചമ്പകം ദൊരൈരാജൻ വി എസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ് ആദ്യം വരുന്നത് അല്ലേ. അപ്പോൾ ഈ എന്താണ് ഓരോ കേസുകളുടെയും വർഷങ്ങൾ സഹിതം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യം വരുന്നത് ചമ്പകം ദൊരൈരാജൻ വി എസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്തുമായി ബന്ധപ്പെട്ട കേസാണ്? നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് ചമ്പകം ദൊരൈരാജൻ വി എസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്നത്. വർഷം 1951. വർഷം 1951. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് വിധി വന്നത്? ചമ്പകം ദൊരൈരാജൻ വി എസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് 1951 എന്താണ് വിധി വന്നത്? ഈ കേസിൽ സുപ്രീം കോടതി വിധിച്ചത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ മൗലികാവകാശങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം. ഓക്കെ, സുപ്രീം കോടതി വിധി എന്തായിരുന്നു? മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ അതിൽ പ്രാധാന്യം കൂടുതൽ എന്തിനായിരിക്കും? മൗലിക അവകാശങ്ങൾക്കായിരിക്കും എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ചമ്പകം ദൊരൈരാജൻ വി എസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസ് 1951. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് ആരാണ്? ഒന്നാമത്തെ ആൾ, അതായത് ഗോലഖ്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. ഗോലഖ്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിന്റെ വർഷം 1967. അപ്പോൾ ഈ ഗോലഖ്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നതിന്റെ സുപ്രീം കോടതി വിധി എന്തായിരുന്നു? മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കുവാൻ മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ഗോലഖ്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വർഷം 1967 എന്തായിരുന്നു സുപ്രീം കോടതി വിധി? മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കാനായിട്ട് മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഗോലഖ്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത്. അടുത്ത കേസ് ഏതാ? രണ്ടാമത്തേത് കേശവാനന്ദ ഭാരതി വി എസ് കേരള സംസ്ഥാനം. അപ്പോൾ കേശവാനന്ദ ഭാരതി വി എസ് കേരള സംസ്ഥാനം എന്ന് പറയുന്ന കേസ് എന്തുമായി ബന്ധപ്പെട്ട കേസാണ്? ഇത് ആമുഖവുമായി ബന്ധപ്പെട്ട കേസാണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട കേസാണ്. വർഷം 1973. വർഷം 1973. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസ് എപ്പോഴും ചോദിക്കുന്നതാണ്. വർഷം ഓർത്തിരിക്കുക, 1973. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള വിധി എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് ഈ ഒരു കേസിലാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു ചോദ്യം ആദ്യമായിട്ട് ഉയർന്നു വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഈ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു? വിലയിരുത്തി. ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ഇക്കാര്യത്തിൽ മറ്റൊരു കേസുണ്ട്, ബറുബാറി കേസ്. നമ്മളത് പറയും. ബറുബാറി കേസിൽ നൽകിയ അഭിപ്രായം തെറ്റാണെന്നും കോടതി പറഞ്ഞു. അപ്പോൾ ബറുബാറി കേസിൽ എന്താണ് പറഞ്ഞത്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ച കേസായിരുന്നു ബറുബാറി കേസ്. അത് 1960 ബറുബാറി കേസ് വരുന്നത്. അപ്പോൾ അവിടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പ്രസ്താവിച്ചു. അപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ കേസാണ് ഈ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായി ആമുഖത്തിൽ ഭേദഗതി വരുത്താം എന്ന് കേശവാനന്ദ ഭാരതി കേസിലൂടെ വന്നു. ഓക്കെ, അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ. എന്തിലാണ്? അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായി ആമുഖത്തിൽ ഭേദഗതി വരുത്താം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന സവിശേഷതകളോ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി.
അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രഖ്യാപിച്ച ഡേറ്റ് കൂടെ ഓർത്തിരിക്കുക. 1973 ഏപ്രിൽ 24 വിധി പ്രഖ്യാപിച്ചത്. 1973 ഏപ്രിൽ 24. ഓക്കെ. ഇനി അടുത്ത കേസ് ഏതാണ്? നാലാമത്തേത് മിനർവ മിൽസ് ലിമിറ്റഡ് PS ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്ന കേസാണ്. ഇതിൻ്റെ വർഷം 1980. അപ്പോൾ അതിൻ്റെ ഓർഡറിലാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം 1951, പിന്നെ 67, പിന്നെ 73, പിന്നെ 80. ഓക്കെ, അതാണ് ഓർഡർ 3, 1, 2, 4. ഓക്കെ ആണല്ലോ. അപ്പോൾ മിനർവ മിൽസ് ലിമിറ്റഡ് PS ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് വർഷം 1980. ഈ കേസിലെ സുപ്രീം കോടതി വിധി എന്തായിരുന്നു? മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശക തത്വങ്ങളോ പരസ്പരം ത്യജിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കേസാണ് മിനേർവ മിൽസ് ലിമിറ്റഡ് PS ഇന്ത്യ ഗവൺമെൻറ് 1980. അവിടെ പറയുന്നത് എന്താണ്? മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ത്യജിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഏതെങ്കിലും മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മൗലികാവകാശങ്ങൾ ത്യജിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കേസാണ് മിനേർവ മിൽസ് ലിമിറ്റഡ് PS ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഈ 4 കേസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ളതിൽ തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്, തെറ്റിപ്പോയത്. എന്തുകൊണ്ടാണ്? പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് ബന്ധപ്പെട്ടിരിക്കുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണ്? പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇത് തെറ്റിയതാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് തെറ്റിപ്പോയത്. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12 അല്ല 11ാം ഷെഡ്യൂളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പഞ്ചായത്ത് രാജ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത്. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് രാജിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് നോക്കാം. ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ശില്പി എന്നും ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവും എന്നറിയപ്പെടുന്നതും ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ശില്പി, ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം, ആദ്യ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് കേട്ടോ. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നാഗൂർ ജില്ല. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ആദ്യമായിട്ട്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ജവഹർലാൽ നെഹ്റു തന്നെയാണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുപോലെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം, ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, രണ്ടും ആന്ധ്രാപ്രദേശാണ്.
ഈ 73-ാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം 73-ാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ, അതായത് 1/3 ഭാഗം സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ ഒരു സവിശേഷതയാണ് അത്. അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1, ഗ്രാമപഞ്ചായത്തിനെ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി പ്രായപൂർത്തിയായ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ പേരും ഉൾപ്പെട്ട ഗ്രാമസഭ രൂപീകരിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഗ്രാമസഭ രൂപീകരിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തിനെ നിയോജക മണ്ഡലങ്ങൾ, അതായത് വാർഡുകളാക്കി അടിസ്ഥാനമാക്കി പ്രായപൂർത്തിയായ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ പേരും ഉൾപ്പെട്ട ഗ്രാമസഭ രൂപീകരിക്കാനായിട്ട് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സവിശേഷത, എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമതലം, മധ്യതലം, ജില്ലാതലം എന്നീ 3 തലങ്ങളിൽ പഞ്ചായത്ത് രൂപീകരിക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമതലം, മധ്യതലം, ജില്ലാതലം എന്നിങ്ങനെ 3 തലങ്ങളിൽ പഞ്ചായത്തുകൾ രൂപീകരിക്കണം. 20 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളെ മധ്യതലത്തിൽ നിന്നും ഒഴിവാക്കാം എന്നും പറയുന്നു. അടുത്ത സവിശേഷത, നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാവണം ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാവണം ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് മധ്യതല പഞ്ചായത്തിലും അംഗമായി പ്രവർത്തിക്കാൻ അധികാരമുണ്ട്. MP-മാർ, MLA-മാർ, MLC-മാർ എന്നിവർക്ക് ത്രിതല പഞ്ചായത്ത് സമിതിയിൽ അംഗമായിട്ട് പ്രവർത്തിക്കാം. അടുത്ത സവിശേഷത പറയുന്നതാണ്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് 1/3 ഭാഗം സീറ്റ് സംവരണം വേണം. എല്ലാ തലങ്ങളിലുമുള്ള അധ്യക്ഷ സ്ഥാനങ്ങളിലും ഈ മാനദണ്ഡം പാലിക്കണം. അപ്പോൾ സ്ത്രീകൾക്ക് 1/3 ഭാഗം സംവരണം വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ജനസംഖ്യ ആനുപാതികമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കും സീറ്റുകളും അധ്യക്ഷ സ്ഥാനങ്ങളും സംവരണം ചെയ്തു. ജനസംഖ്യാനുപാതികമായിട്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കും സീറ്റുകൾ അധ്യക്ഷ സ്ഥാനങ്ങളും സംവരണം ചെയ്തു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സീറ്റും അധ്യക്ഷ സ്ഥാനവും സംവരണം ചെയ്യാൻ നിയമപരമായ അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് നൽകി. അപ്പോൾ പിന്നാക്ക വിഭാഗക്കാർക്ക് സീറ്റും അധ്യക്ഷ സ്ഥാനവും നൽകാനായിട്ട്, പിന്നാക്ക വിഭാഗക്കാർക്ക് സീറ്റും അധ്യക്ഷ സ്ഥാനവും സംവരണം ചെയ്യാനായിട്ട് നിയമപരമായ അധികാരം ആർക്കാണ് നൽകിയത്? സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക്. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ് നൽകിയത്. അടുത്ത സവിശേഷത എന്ന് പറയുന്നത് 5 വർഷ കാലാവധി എന്ന ഏകരൂപമായ സംവിധാനവും തുടർന്ന് തെരഞ്ഞെടുപ്പും നടത്തണം. 5 വർഷ കാലാവധി എന്ന് പറയുന്ന ഒരു ഏകരൂപ സംവിധാനവും അതിനുശേഷം തെരഞ്ഞെടുപ്പും നടത്തണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. ദെൻ അടുത്തത്, കാലാവധിക്ക് മുൻപേ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഉപതിരഞ്ഞെടുപ്പ് നടത്തണം. ഓക്കെ, അപ്പോൾ കാലാവധിക്ക് മുൻപേ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. പുതുതായി വന്ന അംഗങ്ങൾ പഞ്ചായത്തിൻ്റെ ബാക്കി വരുന്ന കാലാവധി തീരും വരെ തുടരുകയും വേണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, കാലാവധി കഴിയും മുൻപേ ഒരു പഞ്ചായത്തിനെയും പിരിച്ചുവിടാൻ ഒരു നിയമം ഭേദഗതിയിലൂടെയും സാധിക്കില്ല. കാലാവധി കഴിയുന്നതിന് മുൻപ് ഒരു പഞ്ചായത്തിനെയും പിരിച്ചുവിടാൻ ഒരു നിയമ ഭേദഗതിയിലൂടെ സാധിക്കില്ല. അടുത്തത്, നിയമപരമായി അയോഗ്യരായവർക്ക് സംസ്ഥാന നിയമസഭകളിൽ എന്ന പോലെ പഞ്ചായത്തുകളിലും അംഗമാവാൻ കഴിയില്ല. അപ്പം നിയമപരമായിട്ട് അയോഗ്യരാണ് എങ്കിൽ അവർക്ക് പഞ്ചായത്തുകളിൽ, സംസ്ഥാന നിയമസഭകളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും അംഗമാവാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഈ നിയമത്തിൽ. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമം വ്യവസ്ഥ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ്, സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സ്വതന്ത്ര ചുമതലയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകണം.
തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ്, വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നീ ചുമതലകൾ ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, തെരഞ്ഞെടുപ്പുകളും സ്വതന്ത്ര ചുമതലയുള്ള സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സ്വതന്ത്ര ചുമതലയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകണം. തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും വോട്ടർ പട്ടിക തയ്യാറാക്കലും എല്ലാ ചുമതലയും ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നും കൂടെ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പഞ്ചായത്തി രാജ് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്നാണ് പഞ്ചായത്തി രാജ് ദിനം? പഞ്ചായത്തി രാജ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 24-നാണ്. ഏപ്രിൽ 24-നാണ് പഞ്ചായത്തി രാജ് ദിനം എന്ന് പറയുന്നത്. 2010 മുതലാണ് ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട്? 73-ാം ഭേദഗതിയാണല്ലോ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. അപ്പോൾ ആ ഏപ്രിൽ 24-ആണ് 2010 മുതൽ എന്തായിട്ട് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞത് അല്ലേ, ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് വ്യവസ്ഥയെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് നമ്മൾ പറഞ്ഞു ത്രിതല സംവിധാനമാണ് അല്ലെ, ത്രിതല പഞ്ചായത്തി രാജ് ഘടനയാണ് ഉള്ളത്. ഒന്നാമത്തേത് ഗ്രാമപഞ്ചായത്ത്, രണ്ടാമത്തേത് പഞ്ചായത്ത് സമിതി, മൂന്നാമത്തേത് ജില്ലാ പഞ്ചായത്ത്. ഇങ്ങനെയാണ് 3 പഞ്ചായത്ത് വരുന്നത്. അപ്പോൾ അതിൽ ഗ്രാമപഞ്ചായത്ത്, ആദ്യം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് നോക്കാം. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഈ ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തെയോ ഒരു കൂട്ടം ഗ്രാമങ്ങളെയോ ആണ് പ്രതിനിധീകരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഗ്രാമങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ അടങ്ങുന്ന ഭരണസമിതിയാണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് പഞ്ചായത്ത് സമിതി. പഞ്ചായത്ത് സമിതി എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും മധ്യസ്ഥാനത്തായിട്ടാണ് നിലകൊള്ളുന്നത് അല്ലെ. ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഇടയ്ക്കാണ്, മധ്യസ്ഥാനത്തായിട്ടാണ് പഞ്ചായത്ത് സമിതി നിലകൊള്ളുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ പഞ്ചായത്ത് സമിതി അറിയപ്പെടുന്ന പേരാണ് ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത്. ചെറിയ സംസ്ഥാനങ്ങളിൽ മണ്ഡൽ രൂപീകരിക്കണമെന്ന് നിർബന്ധം ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഏറ്റവും മുകൾ തട്ടിലാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ജില്ലയിലെ ഗ്രാമീണ മേഖല പൂർണ്ണമായിട്ടും ജില്ലാ പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത്. ജില്ലയിലെ ഗ്രാമീണ മേഖല കംപ്ലീറ്റ് ആയിട്ടും ജില്ലാ പഞ്ചായത്താണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 355 കേട്ടോ. ആർട്ടിക്കിൾ 355 എന്ന് പറയുന്നത് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 355, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. ആർട്ടിക്കിൾ 354, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കേണ്ട കുറച്ച് ആർട്ടിക്കിൾ പറയാം കേട്ടോ. ആദ്യം പറയുന്നത് ആർട്ടിക്കിൾ 352 നോക്കാം. ആർട്ടിക്കിൾ 352 പറയുന്നത് എന്താണ്? ദേശീയ അടിയന്തിരാവസ്ഥ. ദേശീയ അടിയന്തിരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ഇനി ആർട്ടിക്കിൾ 353 പ്രതിപാദിക്കുന്നത് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവം. ദേശീയ അടിയന്തിരാവസ്ഥയുടെ പ്രഭാവം. അടുത്തത് ആർട്ടിക്കിൾ 354 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴുള്ള കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണം. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴുള്ള, അത് നിങ്ങൾ എഴുതണം കേട്ടോ. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴുള്ള കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള
വരുമാന വിതരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 354. 355 നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി 356 പറയുന്നത് എന്താണ്? പ്രസിഡന്റ് ഭരണം അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. പ്രസിഡന്റ് ഭരണം അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ഇനി 357 പറയുന്നത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണം. ഓക്കെ, പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 357. ആർട്ടിക്കിൾ 358 പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. അടുത്തത് ആർട്ടിക്കിൾ 359 പറയുന്നത് മറ്റുള്ള മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള അവകാശം റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച്. മറ്റുള്ള മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള അവകാശം റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചതാണ് ആർട്ടിക്കിൾ 359. അടുത്തത് ആർട്ടിക്കിൾ 360 പറയുന്നത് എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഓക്കെ, അപ്പം 360 പറയുന്നത് എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ആർട്ടിക്കിൾ 352 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച്. ആർട്ടിക്കിൾ 353 പ്രതിപാദിച്ചിരിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവം. 354 പറയുന്നത് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴുള്ള കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണം. 356 പറയുന്നത് പ്രസിഡന്റ് ഭരണം അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥ. 357 പറയുന്നത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണം. 358 പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച്. 359 പറയുന്നത് മറ്റുള്ള മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള അവകാശം റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച്. ആർട്ടിക്കിൾ 360 പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് മാത്രം പറഞ്ഞു അല്ലേ. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്, ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. ഇതൊരു ചോദ്യ പേപ്പർ, ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ പഠിച്ചു, ഓപ്ഷൻ സി ആണ്. ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു പഞ്ചായത്ത് രാജിനെ കുറിച്ചൊക്കെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ CDP, NES എന്നീ പദ്ധതികൾക്ക് ഉദ്ദേശിച്ച ഫലമുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം കണ്ടെത്തി അവ മെച്ചപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. CDP, NES എന്നീ പദ്ധതികൾക്ക് ഉദ്ദേശിച്ച ഫലമുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം കണ്ടെത്തി അവ മെച്ചപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ച വർഷം ഓർത്തിരിക്കുക കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപീകരിച്ച വർഷം 1957 ജനുവരിയിലാണ്. 1957 ജനുവരിയിലാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1957 നവംബർ 24 ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇപ്പോൾ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് ചെയ്ത് വെച്ചേക്കണം.
ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: ഒന്ന്, ഗ്രാമപഞ്ചായത്തുകൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കണം. പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്തും പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കണം. അപ്പം ഗ്രാമപഞ്ചായത്തുകൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, അപ്പോൾ ഇവിടെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഗ്രാമപഞ്ചായത്തുകൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ട് വേണം രൂപീകരിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്ത്. ദെൻ എന്ത് ചെയ്യണം? പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്തും പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ, പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് വേണം എന്ത് രൂപീകരിക്കാനായിട്ട്? പഞ്ചായത്ത് സമിതിയും അതുപോലെ തന്നെ ജില്ലാ പരിഷത്തും പഞ്ചായത്ത് സമിതിയും പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തി വേണം രൂപീകരിക്കാനായിട്ട്. ഇനി രണ്ടാമത്തേത്, പഞ്ചായത്ത് സമിതി എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. പഞ്ചായത്ത് സമിതി എന്തായിരിക്കണം? എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം പഞ്ചായത്ത് സമിതി. ജില്ലാ പരിഷത്ത് ഉപദേശക ഏകോപന മേൽനോട്ട സമിതി ആയിരിക്കണം. അപ്പോൾ പഞ്ചായത്ത് സമിതി എന്തായിരിക്കണം? എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. പിന്നെ പറഞ്ഞത് ജില്ലാ പരിഷത്ത് എന്തായിരിക്കണം? ഉപദേശക ഏകോപന മേൽനോട്ട സമിതി ആയിരിക്കണം. ഇനി ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കും. എന്താണ് പറയുന്നത്? ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടറാണ് ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ. ഭാവിയിൽ കൂടുതൽ അധികാര വികേന്ദ്രീകരണം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഒരു സംവിധാനം രൂപപ്പെടുത്തണം. എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1958 ജനുവരിയിലാണ്. 1958 ജനുവരിയിലാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അംഗീകരിച്ചത്. ഈ ശുപാർശകൾ നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1-നാണ്. നിലവിൽ വന്നത് എന്നാണ്? 1958 ഏപ്രിൽ 1-നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന നയത്തിന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ശരി. ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ് എന്നുള്ളതും സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണ് എന്നുള്ളതും, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആദ്യത്തെ പോയിന്റ് നോക്കിക്കേ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. അത് തെറ്റല്ലേ? ഏതിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇത് ഭേദഗതിക്ക് വിധേയമാണ്, കൂടാതെ ജുഡീഷ്യൽ അവലോകനത്തിനും അതീതമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റല്ലേ? ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ന്യായവാദത്തിന് അർഹമല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ന്യായവാദത്തിന് അർഹമല്ല. ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്? ജനക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശം നൽകുന്നതിനെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു. അയർലൻഡിൽ നിന്നുമാണ് ഈ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? സ്പെയിനാണ് ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം. ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേജ് ബഹാദൂർ സപ്രു കമ്മിറ്റിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ
ഭാഗം 4 ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. നമ്മൾ പറഞ്ഞു മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തല്ല, ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ഓക്കെ, ന്യായവാദത്തിന് അർഹമല്ല, കോടതിക്ക് അല്ലെ കോടതിയിൽ പോയി സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല, കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ഇനി നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് കോടതിയെ സമീപിക്കാൻ കഴിയില്ല, എന്നാൽ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും. അതും കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചെങ്കിലും ഏതാണ്, ഭാഗം 4 നമ്മൾ പറഞ്ഞില്ലേ, ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. അപ്പം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചു കഴിഞ്ഞാലും ഭാഗം 4 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണഘടനയുടെ മനസാക്ഷി എന്ന് മാർഗനിർദ്ദേശങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നതും മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നതും മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ 3 തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ ഈ വേർതിരിവൊന്നും പറയുന്നില്ല. അപ്പോൾ 3 തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, അതുപോലെ ലിബറൽ ആശയങ്ങൾ, അതുപോലെ ഗാന്ധിയൻ ആശയങ്ങൾ. ഓക്കെ, സോഷ്യലിസ്റ്റ്, ലിബറൽ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. എന്തിനെ, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ആശയങ്ങളെ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ വിശദീകരണം അല്ലാത്തത്? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. പാർലമെന്റ് പാസാക്കിയ നിയമവുമായി എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ സംസ്ഥാന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായ വിശദീകരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബാക്കിയെല്ലാം ശരിയാണ്. എന്താ, കൺകറന്റ് ലിസ്റ്റ് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വിതരണ പദ്ധതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എൻട്രി 20A ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും 1976 കൺകറന്റ് ലിസ്റ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയ വിഷയമായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയല്ലാതെ വരുന്നത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിവിടെ കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം ബാക്കിയുള്ള ലിസ്റ്റ് നമ്മൾ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഓരോ ലിസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, കൺകറന്റ് ലിസ്റ്റാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കൺകറന്റ് ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റിലോട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അത് നമ്മൾ അടുത്തൊരു ചോദ്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് 1 വിദ്യാഭ്യാസം. ഈ ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. വിദ്യാഭ്യാസം, അതുപോലെ വനം, ഭാരം, അളവുകൾ, വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം,
സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ മറ്റ് കോടതികളിലെ ഭരണസമ്പ്രദായം, ഘടന. ദെൻ വൈദ്യുതി, വില നിയന്ത്രണം, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം, ക്രിമിനൽ നിയമം, ട്രേഡ് യൂണിയൻ, ഡ്രഗ്സ് ആൻഡ് പോയിസൺ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, മതപരമായ സംഭാവനകൾ, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, ദേശീയ പ്രാധാന്യമില്ലാത്ത പുരാവസ്തു കേന്ദ്രങ്ങൾ, ദേശീയ പ്രാധാന്യമൊന്നുമില്ലാത്ത പുരാവസ്തു കേന്ദ്രങ്ങളാണ് പറയുന്നത്. പിന്നെ തുറമുഖങ്ങൾ, അതിൽ മൈനർ പോർട്സ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈനർ പോർട്സ് ആണ് ഇതിൽ വരുന്നത്, കൺകറൻറ്റിൽ വരുന്നത്. മേജർ പോർട്സ് യൂണിയനിലാണ് വരുന്നത് കേട്ടോ. ഉൾനാടൻ ജലഗതാഗതം, ഫാക്ടറികൾ, ട്രസ്റ്റികൾ, മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ, അതുപോലെ പത്രം, പുസ്തകം, അച്ചടിശാല, വിവാഹമോചനം, അതുപോലെ തന്നെ ബാങ്ക്റപ്റ്റ്, ഇൻസോൾവൻസി, തടവുകാരെയും കുറ്റാരോപിതരെയും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുക, ദത്തെടുക്കൽ, കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുവകകളുടെ മറ്റു വസ്തുവകകളുടെ കൈമാറ്റം, ആധാരങ്ങളുടെ രേഖകളുടെയും രജിസ്ട്രേഷൻ, ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സാധനങ്ങളുടെയും മായം ചേർക്കൽ, വ്യക്തികളുടെ ദുരിതാശ്വാസവും പുനരധിവാസവും, ജനന മരണ രജിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ തെറ്റിയ പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പാർലമെന്റ് പാസാക്കിയ നിയമവുമായി എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ സംസ്ഥാന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത് തെറ്റാണ്. സംസ്ഥാന ലിസ്റ്റിനും കൺകറന്റ് ലിസ്റ്റിനും മുകളിൽ യൂണിയൻ ലിസ്റ്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് പറയുന്നത്. സംസ്ഥാന ലിസ്റ്റിന്റെയും കൺകറന്റ് ലിസ്റ്റിന്റെയും മുകളിൽ ആരുടെ നിയന്ത്രണം ഉണ്ടായിരിക്കും, യൂണിയൻ ലിസ്റ്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇനി കൺകറന്റ് ലിസ്റ്റിലെ നിയമങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിലെ നിയമങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായാൽ കൺകറന്റ് ലിസ്റ്റിലെ നിയമങ്ങൾക്കാണ് പ്രാമുഖ്യം ലഭിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കേട്ടോ, കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും തമ്മിലാണ് എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടാവുന്നത് എങ്കിൽ, സംഘർഷം ഉണ്ടാവുന്നത് എങ്കിൽ കൺകറന്റ് ലിസ്റ്റിനായിരിക്കും പ്രാധാന്യം കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമങ്ങളും തമ്മിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ, കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ യൂണിയനും അതുപോലെ സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മുൻഗണന ലഭിക്കുന്നത് യൂണിയൻ ആയിരിക്കും, കേന്ദ്രത്തിനായിരിക്കും. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമങ്ങളും തമ്മിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ആരുടെ നിയമമാണ് വരുന്നത്, യൂണിയൻ ആയിരിക്കും അവിടെ പ്രാധാന്യം കൂടുതൽ. എന്നാൽ സംസ്ഥാന നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി നീക്കിവച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സംസ്ഥാനത്ത് സംസ്ഥാന നിയമം നിലനിൽക്കുന്നു. ഓക്കെ, അപ്പോൾ സംസ്ഥാന നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സംസ്ഥാന നിയമമായിരിക്കും നിലനിൽക്കുന്നത്. അതേ വിഷയത്തിൽ പിന്നീട് ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് അത്തരമൊരു നിയമം അസാധുവാക്കാൻ പാർലമെന്റിന് എന്തുണ്ട്, അധികാരമുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഈ സംസ്ഥാന മേഖലയിലെ പാർലമെന്ററി നിയമനിർമ്മാണം എന്ന് പറയുന്നത്, അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് കാര്യത്തിലും നിയമങ്ങൾ നിർമ്മിക്കാൻ ഭരണഘടന പാർലമെന്റിന് അധികാരം നൽകുന്നുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതൊരു കാര്യത്തിലും നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയിരിക്കുന്നത് ഭരണഘടനയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
ഇനി സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താൽപര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം? ആ വിഷയത്തിന്മേൽ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താൽപര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാർലമെന്റിന് ആ വിഷയത്തിന്മേൽ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1-നാണ് കേട്ടോ. സ്റ്റേജ് 1-ൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ് കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ 42ാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതിയെക്കുറിച്ച് പറയുമ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി ആയിരുന്നു 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് 42ാം ഭേദഗതി നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് ഈ 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. 42ാം ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് 42ാം ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിന് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ മാറ്റം, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിട്ട് മാറി. അതായത് ആദ്യം എന്തായിരുന്നു? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. ഓക്കെ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. അത് എന്തായിട്ട് മാറി? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിട്ട് മാറി. അപ്പോൾ അവിടെ പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത് എന്തൊക്കെയാണ്? ഇവിടെ പരമാധികാരം ഉണ്ട്, ഇവിടെയും ഉണ്ട്. ജനാധിപത്യം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. റിപ്പബ്ലിക് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പം സ്ഥിതി സമത്വ മതേതരത്വം അതുപോലെ സ്ഥിതി സമത്വം എന്നീ 2 വേർഡ്സ് ആണ് അവിടെ പുതിയതായിട്ട് വന്നത്. അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന പ്രയോഗം, രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നായിട്ട് മാറി. ഐക്യവും രാഷ്ട്രത്തിൻ്റെ എന്നുള്ളതുണ്ട് കേട്ടോ. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നതാക്കിയിട്ട് മാറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്? ഇവിടെ അഖണ്ഡത, അതായത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. സ്ഥിതി സമത്വം എന്നുള്ളതിന് എന്താണ് പറയുന്നത്? സോഷ്യലിസ്റ്റ്, നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മതേതരത്വം, അതായത് സെക്യുലർ. അപ്പോൾ ആമുഖത്തിലൂടെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? 1 സോഷ്യലിസ്റ്റ്, 2 സെക്യുലർ, 3 ഇൻറ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം കൂടെ പഠിക്കണം. സ്ഥിതി സമത്വം. സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം. മൂന്നാമത്തേത് ഇൻറ്റഗ്രിറ്റി അഥവാ അഖണ്ഡത എന്നീ 3 വേർഡ്സ് ആണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ,
ഈ 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം എന്നാണ്? 1976 ഇത് നിലവിൽ വന്നത് 1977 ജനുവരി 3 നിലവിൽ വരുന്നത്. 42ാം ഭേദഗതിയിലൂടെ ഭാഗം 3 ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 31D-യും 32A-യുമാണ്. 31D-യും 32A-യുമാണ് 42ാം ഭേദഗതിയിലൂടെ ഭാഗം 3 കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ 31D-യും 32A-യും കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. ഇനി മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 4A ആണ് അല്ലേ? അപ്പോൾ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 4A എന്ന് പറയുന്നത്. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എത്രയായിരുന്നു? 10 അല്ലേ? 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ 1976 42ാം ഭേദഗതി പ്രകാരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 വിഷയങ്ങൾ മാറ്റി. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത് ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? 1 വിദ്യാഭ്യാസം, 2 വനം, 3 അളവ് തൂക്ക സമ്പ്രദായം, 4 വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 5 സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഇത്രയുമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറിയത്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അവിടെ വരുന്നത്. ഈ 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയ പട്ടിക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 7ാം പട്ടികയാണ്. ഭേദഗതി വരുത്തിയ പട്ടിക ഏതാണ്? 7ാം പട്ടികയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു ആണ് അംഗമല്ലാത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? 1 നമുക്കിവിടെ ഓപ്ഷൻ എ തന്നിട്ടുണ്ട്, BR അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. 2 KM മുൻഷി, ഓപ്ഷൻ ബി ആയിട്ട് തന്നിട്ടുണ്ട്, KM മുൻഷി. ഇവിടെ BR അംബേദ്കർ, KM മുൻഷി. 3 മുഹമ്മദ് സാദുള്ള, ഓപ്ഷൻ സി ആയിട്ട് തന്നിട്ടുണ്ട്, മുഹമ്മദ് സാദുള്ള. 4 വരുന്നത് ആരാ? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ദെൻ 5 N ഗോപാലസ്വാമി അയ്യങ്കാർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. 6 BL മിത്തർ ആണ്, BL മിത്തർ. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം N മാധവ റാവു. ഓക്കെ, അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ആരായിരുന്നു? N മാധവ റാവു ആയിരുന്നു. ഇനി അടുത്തത് DP ഖെയ്താൻ. 1948 അദ്ദേഹത്തിൻ്റെ മരണശേഷം ആരായിരുന്നു? TT കൃഷ്ണമാചാരി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ? ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്, അതും കൂടെ ഓർത്തിരിക്കുക. പിന്നെ KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ അദ്ദേഹത്തിൻ്റെ രാജിക്ക് ശേഷം N മാധവറാവു ആയിരുന്നു. DP ഖെയ്താൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം TT കൃഷ്ണമാചാരി ആയിരുന്നു. 1948 അദ്ദേഹത്തിൻ്റെ മരണം, അതിനുശേഷം TT കൃഷ്ണമാചാരി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് ആരാണ്? ഒരു പേര് പഠിച്ചിരിക്കുക, നസറുദ്ദീൻ അഹമ്മദ് ആണ് കേട്ടോ.
നസറുദ്ദീൻ അഹമ്മദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ എന്താണ് അദ്ദേഹം പരാമർശിച്ചത്? ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാന കമ്മിറ്റിയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണെന്ന് പറഞ്ഞു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 അംഗങ്ങളാണ് ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇത്രയും സെറ്റല്ലേ? അടുത്ത ചോദ്യം, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പ്രത്യേക ഭൂരിപക്ഷത്തോടെയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കുക, എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 20 ആണ്. ഓക്കെ, ഭാഗം 20-ലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 368 ആണ്. അനുച്ഛേദം 368-ലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാ? സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ഉള്ളത്. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ്? 1973 നമ്മൾ നേരത്തെ പഠിച്ചു കേശവാനന്ദ ഭാരതി കേസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പ്രത്യേക ഭൂരിപക്ഷവും കേവല ഭൂരിപക്ഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്, 1, പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭരണഘടനാ ഭേദഗതി നടപടികൾ ആരംഭിക്കാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ സംസ്ഥാന സഭകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ വേണം, പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആരംഭിക്കാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ബില്ല് എന്ത് ചെയ്യണം? ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാവുന്നതാണ്. അതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ഇല്ലെങ്കിലും ബില്ല് എന്ത് ചെയ്യാം? ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ അംഗത്തിനോ ബില്ല് എന്ത് ചെയ്യാം? അവതരിപ്പിക്കാം. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ബില്ല് ഓരോ സഭയിലും എന്ത് ചെയ്യണം? പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാവണം. ഓക്കെ, പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബില്ല് എന്ത് ചെയ്യണം? ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കണം. അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 പേരുടെ പിന്തുണ ഉണ്ടാവണം. അതാണ് ഈ പ്രത്യേക ഭൂരിപക്ഷം. 3 പേരുണ്ടെങ്കിൽ അതിൽ 2 പേരുടെ പിന്തുണ വേണം. ഓക്കെ, 2 പേരുടെ പിന്തുണ വേണം. അതാണ് പ്രത്യേക ഭൂരിപക്ഷം. കൂടാതെ ഇത് സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷം ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി അടുത്തതായിട്ട് എന്താ? ഈ ഓരോ സഭയും പ്രത്യേകമായിട്ട് ബില്ല് പാസ്സാക്കണം. ഓരോ സഭയും എന്ത് ചെയ്യണം? പ്രത്യേകം ബില്ല് പാസ്സാക്കണം.
ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിക്കഴിഞ്ഞാൽ ബില്ല് ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായിട്ട് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം നടത്താൻ ഇവിടെ വ്യവസ്ഥയില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ സഭയും പ്രത്യേകമായിട്ട് ബില്ല് പാസ്സാക്കണം. ഇനി എങ്ങാനും ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ബില്ല് ചർച്ച ചെയ്യുന്നതിനും പാസ്സാക്കുന്നതിനുമായിട്ട് സംയുക്ത സമ്മേളനം നടത്താൻ ഇവിടെ വ്യവസ്ഥയില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പകുതി സംസ്ഥാനങ്ങളിലെയെങ്കിലും നിയമനിർമ്മാണ സഭകൾ കേവല ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകൾ കേട്ടോ, ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി സംസ്ഥാനങ്ങളിലെ പകുതി സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ കേവല ഭൂരിപക്ഷത്തോടുകൂടി അംഗീകരിക്കണം. പാർലമെന്റിന്റെ ഇരുസഭകളും യഥാവിധി പാസാക്കി സംസ്ഥാന നിയമസഭകൾ അംഗീകരിച്ച ശേഷം ആവശ്യമെങ്കിൽ ബില്ല് എന്ത് ചെയ്യാം, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അവതരിപ്പിക്കുന്നു. പിന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകണം. അദ്ദേഹത്തിന് ബില്ല് തടയാനോ പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായിട്ട് ബില്ല് തിരികെ അയക്കാനോ കഴിയില്ല. അപ്പോൾ രാഷ്ട്രപതി അനുമതി നൽകണം. പക്ഷേ അദ്ദേഹത്തിന് എന്തിനുള്ള അനുമതിയില്ല, അദ്ദേഹത്തിന് ആ ഒരു ബില്ല് തടയാനോ പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായിട്ട് ബില്ല് തിരികെ അയക്കാനോ കഴിയില്ല. പ്രസിഡന്റിന്റെ അനുമതിക്ക് ശേഷം ബില്ല് എന്ത് ചെയ്യുന്നു, ഒരു നിയമമായിട്ട് മാറുന്നു. അതായത് ഭരണഘടനാ ഭേദഗതി നിയമം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു, പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ബില്ല് അവതരിപ്പിക്കുക. അതിന് എന്താണ് അങ്ങനെയാണെങ്കിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അത് ആരംഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുന്നു. സംസ്ഥാന സഭകളിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബില്ല് എന്ത് ചെയ്യാം, രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാം. ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കണം. അതായത് 2 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓരോ സഭയും പ്രത്യേകം ബില്ല് പാസ്സാക്കുക. പക്ഷേ ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ സംയുക്ത സമ്മേളനം ഒന്നും നടത്താനായിട്ട് വ്യവസ്ഥയില്ല. ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാനാണെങ്കിൽ പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും നിയമനിർമ്മാണ സഭകൾ കേവല ഭൂരിപക്ഷത്തോടുകൂടി അംഗീകരിക്കണം. പാർലമെന്റിന്റെ ഇരുസഭകളും യഥാവിധി പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കണം. അതിനുശേഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് അവതരിപ്പിക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം അനുമതി നൽകുന്നു. അദ്ദേഹത്തിന് എന്തിനുള്ള അധികാരമില്ല, ഈ ബില്ല് തടഞ്ഞു വയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ പുനഃപരിശോധനയ്ക്കായിട്ട് തിരികെ അയക്കുവാനുള്ള അധികാരം ആർക്കില്ല, രാഷ്ട്രപതിക്കില്ല. പ്രസിഡന്റിന്റെ അനുമതിയോട് ശേഷം ബില്ല് നിയമമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി? എത്ര തവണയാണ്? ഓപ്ഷൻ സി ആണ്, 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിയണം അല്ലേ. അപ്പോൾ എത്ര തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത്? 3 തവണയാണെന്ന് പറഞ്ഞു. അപ്പോൾ അടിയന്തരാവസ്ഥ, എമർജൻസി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 18ലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18ലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ 352 മുതൽ 360 വരെയാണ്. 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുമെന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണുള്ളത്? 3 തരത്തിലാണ് അടിയന്തരാവസ്ഥ ഉള്ളത്. 3 തരത്തിൽ അടിയന്തരാവസ്ഥയുണ്ട്. 1 ദേശീയ അടിയന്തരാവസ്ഥ, 2 സംസ്ഥാന അടിയന്തരാവസ്ഥ, 3 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിന് 3നെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളൊക്കെ നമ്മൾ പഠിച്ചതാണ്.
ആദ്യത്തേത് ദേശീയ അടിയന്തരാവസ്ഥ. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം ആരിലാണ്? പ്രസിഡന്റിലാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം പ്രസിഡന്റിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റം എന്താണ്? കേന്ദ്രം ശക്തമാവുകയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിലാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 352. അനുച്ഛേദം 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ഭരണഘടനാ പ്രകാരം പ്രധാനമായിട്ടും 3 സാഹചര്യങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. 3 സാഹചര്യങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏതൊക്കെയാണ് 3 സാഹചര്യങ്ങൾ? 1 യുദ്ധം. 2 രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം. 3 സായുധ വിപ്ലവം. എന്നീ 3 സാഹചര്യങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ ദേശീയ അടിയന്തരാവസ്ഥയെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ എമർജൻസി എന്നും ഇന്റേണൽ എമർജൻസി എന്നും. ഇന്റേണൽ എമർജൻസി എന്നും 2ആയിട്ട് തിരിക്കാം. അപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം അല്ലെങ്കിൽ വിദേശ കടന്നുകയറ്റമോ മൂലമുള്ള അടിയന്തരാവസ്ഥയാണ്. ഓക്കെ, യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ മൂലമുണ്ടാവുന്ന അടിയന്തരാവസ്ഥയാണ് എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയുന്നത്. ഇന്റേണൽ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സായുധ വിപ്ലവം മൂലമുള്ളത്. അപ്പോൾ യുദ്ധവും കടന്നുകയറ്റവും മൂലമുള്ളതിനെയാണ് എക്സ്റ്റേണൽ എന്ന് പറയുക. സായുധ വിപ്ലവം മൂലമുള്ളതാണ് ഇന്റേണൽ എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ എത്ര ദിവസത്തിനകമാണ് പാർലമെന്റിലെ ഇരുസഭകളിലും അംഗീകരിക്കേണ്ടത്? 1 മാസത്തിനകം പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഭരണഘടന നിലവിൽ വന്നിരുന്ന സമയത്ത് ഇത് 2 മാസമായിരുന്നു. 1978 44 ഭേദഗതി പ്രകാരമാണ് ഇത് 1 മാസമായിട്ട് കുറച്ചത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിച്ചാൽ അടിയന്തരാവസ്ഥ എത്ര മാസത്തേക്കാണ് തുടരുന്നത്? 6 മാസത്തേക്ക് തുടരാം. പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിച്ചു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ 6 മാസത്തേക്ക് തുടരാനായിട്ട് പറ്റും. ഓരോ 6 മാസവും പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി അടിയന്തരാവസ്ഥ അനിശ്ചിതകാലത്തേക്ക് നീട്ടാൻ സാധിക്കും. ഈ വ്യവസ്ഥ നിലവിൽ വന്നത് 1978 44 ഭരണഘടനാ ഭേദഗതിയിലാണ്. അപ്പം അതിനു മുൻപ് എങ്ങനെയായിരുന്നു? ഒരു തവണ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ക്യാബിനറ്റ് നിശ്ചയിക്കുന്നിടത്തോളം കാലം നീട്ടുമായിരുന്നു. ഇപ്പം എങ്ങനെയാണ്? ഓരോ 6 മാസവും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയിട്ടാണ് അടിയന്തരാവസ്ഥ അനിശ്ചിതകാലത്തേക്ക് നീട്ടാൻ സാധിക്കുക. ഓക്കെ, 6 മാസത്തിനുള്ളിൽ ലോക്സഭ പിരിച്ചുവിടുകയാണെങ്കിൽ പുതിയ ലോക്സഭ നിലവിൽ വന്ന് ആദ്യ സിറ്റിംഗിന് ശേഷമുള്ള 30 ദിവസം മാത്രമേ അടിയന്തരാവസ്ഥ നിലനിൽക്കുകയുള്ളൂ. ഈ കാലയളവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് രാജ്യസഭ അംഗീകാരം നൽകിയിരിക്കണം എന്നും പറയുന്നുണ്ട്. ഏതു ഭൂരിപക്ഷത്തിലാണ് പാർലമെന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനും തുടർന്ന് പോകുന്നതിനുമുള്ള അനുമതി നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഭൂരിപക്ഷം. ഏത് ഭൂരിപക്ഷത്തിലാണ് പാർലമെന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനും തുടർന്ന് പോകുന്നതിനുമുള്ള അനുമതി നൽകേണ്ടത്? പ്രത്യേക ഭൂരിപക്ഷം. ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ അധികാരം ആർക്ക് തന്നെയാണ്? പ്രസിഡന്റിന് തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭരണഘടന നിലവിൽ വന്നപ്പോൾ പ്രസിഡന്റിന് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചാൽ മതിയായിരുന്നു. എന്നാൽ 1978 44 ഭേദഗതി പ്രകാരം എന്തായിട്ട് മാറി? പാർലമെന്റ് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന പ്രമേയം പാസാക്കിയാൽ പ്രസിഡന്റ് നിർബന്ധമായും പിൻവലിച്ചിരിക്കണം എന്നുള്ളതായിട്ട് മാറി. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പ്രസിഡന്റിന് ഇഷ്ടമുള്ള സമയത്ത് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാർലമെന്റ് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന പ്രമേയം പാസ്സാക്കിയാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം? നിർബന്ധമായും പിൻവലിച്ചിരിക്കണം. അത് 1978 44 ഭേദഗതി പ്രകാരം കൊണ്ടുവന്ന മാറ്റമാണ്. അതുപോലെ 1978 44 ഭേദഗതി പ്രകാരം ആകെ ലോക്സഭാംഗങ്ങളുടെ 10ൽ 1 പേർ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിനായിട്ട് സ്പീക്കർക്ക് നോട്ടീസ് നൽകുകയാണെങ്കിൽ 14 ദിവസത്തിനകം ഈ വിഷയം ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സിറ്റിംഗ് നടത്തണം എന്നും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ 3 തവണ ദേശീയ അടിയന്തരാവസ്ഥ നടന്നിട്ടുണ്ട്. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായിട്ട് 1962 ഒക്ടോബർ 26 ഒന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1962 ഒക്ടോബർ 26. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇൻഡോ ചൈന യുദ്ധമാണ്. ഇൻഡോ ചൈന യുദ്ധമാണ് കാരണം.
എക്സ്റ്റേണൽ എമർജൻസി ആണ് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. എക്സ്റ്റേണൽ എമർജൻസി നമ്മൾ പറഞ്ഞില്ലേ, എക്സ്റ്റേണലും ഉണ്ട് ഇന്റേണലും ഉണ്ട്. അപ്പോൾ യുദ്ധം, വിദേശ കടന്നുകയറ്റം മൂലം ഉണ്ടാവുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ എമർജൻസി. അപ്പോൾ എക്സ്റ്റേണൽ എമർജൻസി ആണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി.കെ. കൃഷ്ണമേനോനാണ് ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രതിരോധ മന്ത്രി. ഈ ഒന്നാം അടിയന്തരാവസ്ഥ റദ്ദു ചെയ്യപ്പെട്ടത് 1968 ജനുവരി 10-നാണ്. റദ്ദു ചെയ്യപ്പെട്ടത് ഒന്നാം അടിയന്തരാവസ്ഥ റദ്ദു ചെയ്യപ്പെട്ടത് 1968 ജനുവരി 10-നാണ്. ഒന്നാം അടിയന്തരാവസ്ഥ റദ്ദു ചെയ്ത പ്രസിഡന്റ് ആരാണ്? സക്കീർ ഹുസൈൻ ആണ് ഒന്നാം അടിയന്തരാവസ്ഥ റദ്ദു ചെയ്ത പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ ഒന്നാം അടിയന്തരാവസ്ഥ മനസ്സിലായി. ഇനി രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1971 ഡിസംബർ 3-നാണ്. 1971 ഡിസംബർ 3-നാണ് ഇന്ത്യയിൽ രണ്ടാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇന്തോ പാക് യുദ്ധമാണ്. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി.വി. ഗിരിയാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. രണ്ടാമതായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗജീവൻ റാം ആണ് രണ്ടാമതായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രതിരോധ മന്ത്രി. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ റദ്ദു ചെയ്യപ്പെട്ടത് 1977 മാർച്ച് 21-നാണ്. റദ്ദു ചെയ്തത് ആരാണ്? റദ്ദു ചെയ്ത പ്രസിഡന്റ് ആണ് ബി.ഡി. ജെട്ടിയാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ റദ്ദു ചെയ്ത പ്രസിഡന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടത് 1975 ജൂൺ 25-നാണ്. 1975 ജൂൺ 25-നാണ് മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ മൂന്നാമതായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ആഭ്യന്തര അസ്വസ്ഥതയാണ് ഇതിന് കാരണം. ഏതു തരത്തിലുള്ള ദേശീയ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്റേണൽ എമർജൻസി ആണ്. മൂന്നാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ റദ്ദു ചെയ്തത് ആരാണ്? ബി.ഡി. ജെട്ടിയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും അദ്ദേഹം തന്നെയാണ്. മൂന്നാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. രണ്ടാമതുണ്ടായിരുന്ന അതേ പ്രധാനമന്ത്രിയാണ്, ഇന്ദിരാഗാന്ധിയാണ്. മൂന്നാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ സ്വരൺ സിംഗ് ആണ്. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ റദ്ദു ചെയ്യപ്പെട്ടത് 1977 മാർച്ച് 21-നാണ്. 1977 മാർച്ച് 21 തന്നെയാണ്. ഓക്കെ, ഇനി 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, 1976 42-ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ ഏവ? നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ, ഏതൊക്കെ വിഷയങ്ങളാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഉത്തരം വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആണ്. വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണം എന്നുള്ളത് അല്ലേ,
ഭരണസമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യാഭ്യാസം ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത്? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതിയിലെ ഭരണ സമ്പ്രദായം. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ 42ാം ഭേദഗതിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം. ഇന്ത്യൻ മുഖ്യ ന്യായാധിപനാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പിന്നെ ദ്രൗപദി മുർമു 2022 ജൂലൈ 25 അധികാരത്തിൽ വന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി 2 പ്രസ്താവനകളും തെറ്റാണ്. ഇനി അപ്പോൾ നമുക്ക് നോക്കാം, രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി, അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, ഇന്ത്യയുടെ ഭരണഘടനാപരമായ തലവൻ, ഇന്ത്യയുടെ ഐക്യത്തിൻ്റെയും സമഗ്രതയുടെയും ഐക്യദാർഢ്യത്തിൻ്റെയും പ്രതീകമായി പ്രവർത്തിക്കുന്നത്, സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവി, പ്രതിരോധ സേനകളുടെ പരമാധികാരി, ഇതെല്ലാം അറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളെല്ലാം തന്നെ പഠിച്ചിരിക്കുക. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53. ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 53. പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 54. പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 54. ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാലും 54. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് ചുമതലയുള്ളത് ആർക്കാ? ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഏത് തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്? പരോക്ഷ രീതിയാണ്. പരോക്ഷ രീതിയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ടാണോ? അല്ല, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ്. ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. വോട്ട് രേഖപ്പെടുത്തുന്നത് ആരാണ്? ഇലക്ട്രൽ കോളേജ് ആണ്. അപ്പോൾ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ അംഗങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ എന്നിവയാണ്. ഓക്കെ, ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ്? ലോക്സഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ. അടുത്തത് ആർട്ടിക്കിൾ 55 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 55 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി നമുക്കിവിടെ ഡോക്ടർ സക്കീർ ഹുസൈനെ കുറിച്ചും ദ്രൗപദി മുർമുവിനെ കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഡോക്ടർ സക്കീർ ഹുസൈൻ ഇംപീച്ച്മെന്റിന് വിധേയനായ രാഷ്ട്രപതിയായിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. ഓക്കെ, അപ്പോൾ സക്കീർ ഹുസൈനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1967 മെയ് 13 ടു 1969 മെയ് 3 വരെയാണ് കാലഘട്ടം. അപ്പോൾ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി അദ്ദേഹമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ മൂന്നാമത്തെ വ്യക്തി, ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി,
ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണറായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ എവിടത്തെയായിരുന്നു? ബീഹാറിലെ ഗവർണറായതിനു ശേഷം പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വ്യക്തിയാണ്. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ്. ജാമിയ മിലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. 1963 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. രാജ്യസഭാംഗമായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് കേട്ടോ. രാജ്യസഭാംഗമായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണറായ ശേഷം പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വ്യക്തിയാണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത് പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് സക്കീർ ഹുസൈൻ ആണ്. 1968 ജനുവരി 10 ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളും കൂടെ ഓർത്തിരിക്കുക. ദ ഡൈനാമിക് യൂണിവേഴ്സിറ്റി ആദ്യത്തെ പുസ്തകമാണ്. ദ ഡൈനാമിക് യൂണിവേഴ്സിറ്റി. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ക്യാപിറ്റലിസം ആൻഡ് എസ്സേ ഇൻ അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ ശിക്ഷ, ബ്ലോവിംഗ് കോൾഡ്. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സക്കീർ ഹുസൈനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ദ്രൗപദി മുർമുവിനെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ദ്രൗപദി മുർമുവിനെ കുറിച്ച് പറയുമ്പോൾ 2022 ജൂലൈ 25 അധികാരത്തിൽ വന്നു. ഈ പ്രസ്താവന ശരിയാണ്. രാജ്യത്തിൻ്റെ 15ാമത് പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. രാജ്യത്തിൻ്റെ 15ാമത് പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. രാജ്യത്തിൻ്റെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി. സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി. സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. ഇന്ത്യയിൽ ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ആദിവാസി വനിതയാണ്. ജന്മസ്ഥലം എവിടെയാണ്? ഒഡീഷയാണ്. ദ്രൗപദി മുർമുവിന്റെ ജന്മസ്ഥലം ഒഡീഷ. സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. കാലാവധി തികച്ച ആദ്യ ജാർഖണ്ഡ് ഗവർണറാണ്. ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരാണ്? യശ്വന്ത് സിൻഹയാണ് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാ? 2022 ജൂലൈ 18 2022 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു? PC മോദി ആയിരുന്നു. നമ്മൾ പറഞ്ഞു ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കും റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ ഇവിടെ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള PC മോദി ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. 1, 2, 4 ആണ് ശരി. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിയമിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കുന്ന വകുപ്പ് 13. 2 സ്ഥാനപ്പേരുകൾ ഒഴിവാക്കുന്നത് വകുപ്പ് 18. അടുത്തത് ബാലവേല നിരോധിച്ച വകുപ്പ് 23 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ 4 തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 13 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 14 എന്താണ്? ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിനു മുന്നിൽ സമത്വം അല്ലെ, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന് പറയുന്നതാണ് 14 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് എന്ന് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് പറയുന്നത്. അതായത് മതം, വംശം,
ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? അവസര സമത്വമാണ്. അവസര സമത്വം, അതായത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ അനുഭവിക്കാൻ കഴിയുക, അതാണ് അവസര സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനമാണ്. അപ്പോൾ അസമത്വത്തിൻ്റെ പ്രാകൃത രൂപമാണ് ഈ അയിത്താചരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള അവകാശം ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955-നാണ്. അതും കൂടെ അവിടെ ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 17. ഇതിന് ഈ ഒരു ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അസ്പൃശ്യത നിരോധന വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 18. 18 എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്ഥാനപ്പേരുകൾ ഒഴിവാക്കുന്നു, അല്ലെ? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 19 എന്താണ്? ആർട്ടിക്കിൾ 19 പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഓക്കെ, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ അതിൽ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ളതാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 21. ദെൻ ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനെതിരുമായിട്ടുള്ള അവകാശം. അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 23 പറയുന്നത് എന്താണ്? അതായത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ് 23 24 പറയുന്നത് കേട്ടോ. അപ്പോൾ അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യ വ്യാപാരം, അടിമകളാക്കിയിട്ട് ഉപയോഗിക്കുക തുടങ്ങിയവ ഭരണഘടന നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 23. 24 പറയുന്നത് എന്താണ്? 24 പറയുന്നത് ബാലവേല നിരോധനമാണ്. ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 25 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 25 പറയുന്നത് സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 25. ദെൻ ഇവിടെ 4 കറക്റ്റ് ആണ് അല്ലേ? ഇവിടെ തെറ്റിയിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. ഇവിടെ ബാലവേല നിരോധിച്ച വകുപ്പ് 23 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് വകുപ്പ് 24 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത് തെറ്റിപ്പോയത്. ഇത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാ. ഓപ്ഷൻ എന്താ? 23 എന്നാണ് വകുപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് 24 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതവിടെ തെറ്റിപ്പോയത്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി 25 പറഞ്ഞു സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 26 പറയുന്നത് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 26. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 26. 27 പറയുന്നത് എന്താണ്? ഏതെങ്കിലും മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധിതരല്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 27. ഇനി ആർട്ടിക്കിൾ 28 പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്ന വകുപ്പിനെയാണ് പറയുന്നത് അല്ലേ. 27 പറയുന്നത് അല്ലേ. അപ്പോൾ മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും മതത്തിൻ്റെയും മതവിഭാഗത്തിൻ്റെയും വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തി നികുതി അടയ്ക്കാൻ ബാധ്യതരല്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 27 ആണ് അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 27 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 28 പറയുന്നത് എന്താണ്? ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പറയുന്നതാണ് 28 എന്ന് പറയുന്നത്. ഇനി 29 പറയുന്നത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തോ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ
പൗരന്മാരിൽ ഭിന്നായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായൊരു ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 പറയുന്നത് എന്താണ്? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്, അതാണ് തെറ്റിപ്പോയത്. ബാക്കിയെല്ലാം കറക്റ്റാ. ആമുഖത്തിന്റെ അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ് എന്നത്. ബെറുബാറി കേസ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ഇത് മൂന്നും ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആമുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആമുഖം എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ ഭാഗമാണ്. അത് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. അപ്പോൾ 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അപ്പോൾ അതാണ് ആമുഖത്തിൻ്റെ അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ് എന്ന് പറയുന്നത്. ശരിയല്ലേ? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്ത് അവതരിപ്പിക്കുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? 1947 ജനുവരി 22 നമ്മൾ പറഞ്ഞായിരുന്നു. 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 ആമുഖം നിലവിൽ വരുന്നത്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ആമുഖം എന്ന് പറയുന്നത് ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ്? 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യലിസം അല്ലേ, സോഷ്യലിസം, അതുപോലെ മതേതരത്വം, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡത അല്ലെ, ഇൻറ്റഗ്രിറ്റി, ഇതെല്ലാം ചേർത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി, ഈ 3 വേർഡ്സ് കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ 1976 42 ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ വേർഡ്സ് കൂട്ടിച്ചേർത്തത് അല്ലേ, ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളത്. അപ്പോൾ ഈ ആമുഖ ഭേദഗതി ചെയ്യുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? നമ്മൾ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയാണ്. ആമുഖ ഭേദഗതി ചെയ്യുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ആരാ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അതും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ആമുഖം ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റീഷ്യബിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അലങ്കാരം, ഇന്ത്യൻ ഭരണഘടനയുടെ ആഭരണം എന്നൊക്കെ അറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വം, ഇന്ത്യൻ ഭരണഘടനയുടെ സാരാംശം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ആമുഖത്തിന് 4 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 4 ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നതാണ് കേട്ടോ. ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലെങ്കിൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നതാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാ? ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ നീതി, അതുപോലെ സ്വാതന്ത്ര്യം,
സമത്വം, സാഹോദര്യം, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. ഇപ്പം ഇതിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമൂഹ്യ നീതിയുണ്ട്, സാമ്പത്തിക നീതിയുണ്ട്, രാഷ്ട്രീയ നീതിയുണ്ട് അല്ലേ. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്. അത് നമുക്കറിയുന്നതാണ്. പിന്നെ സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞു, മൗലിക അവകാശങ്ങൾ, മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 19 ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്കറിയാം. സമത്വം അല്ലെ, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്നതാണ് സമത്വം. സാഹോദര്യം എന്താണ്? എല്ലാ പൗരന്മാർക്കും ഇടയിൽ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആമുഖത്തിലെ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ആമുഖത്തിലെ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ട പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഷാ കമ്മീഷൻ. നമ്മൾ പഠിച്ചു, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഷാ കമ്മീഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൽ വരുന്നത് ഷാ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷൻസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മീഷൻസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വരാത്ത കമ്മീഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ബാക്കി ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. പഞ്ചായത്ത് രാജ് സംവിധാനം, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ വരുന്ന കമ്മിറ്റികളെ കുറിച്ച് മാത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബൽവന്ത് റായ് കമ്മിറ്റി നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് ഇവിടെ GVK റാവു കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്? ഗ്രാമവികസനത്തിനായിട്ട് പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മീഷനാണ് GVK റാവു കമ്മിറ്റി. 1985 വർഷം കേട്ടോ. അപ്പം ഗ്രാമവികസനത്തിനായിട്ട് പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ചതാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മീഷനാണ് GVK റാവു കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ജില്ലാ പരിഷത്തിന് പ്രമുഖ സ്ഥാനം നൽകുക. പ്രമുഖ സ്ഥാനം ആർക്ക് നൽകണം? ജില്ലാ പരിഷത്തിന് നൽകണം. പ്രമുഖ സ്ഥാനം ജില്ലാ പരിഷത്തിന് നൽകണം. അതുപോലെ ഫലപ്രദമായ വികേന്ദ്രീകൃത ജില്ലാ ആസൂത്രണത്തിനായി സംസ്ഥാന തലത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാ ആസൂത്രണ യൂണിറ്റുകൾക്ക് കൈമാറുക. ജില്ലാ വികസന കമ്മീഷണർ എന്നൊരു തസ്തിക സൃഷ്ടിക്കുക. ജില്ലാ വികസന കമ്മീഷണർ എന്ന് പറയുന്ന ഒരു തസ്തിക സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് GVK റാവു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അടുത്തത് PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റി. അപ്പോൾ ഇത് 1988 PK തുങ്കൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ 1988 രൂപീകരിച്ച പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഓക്കെ, പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം. ജില്ലാ പരിഷത്ത് മാത്രമായിരിക്കണം ജില്ലാതല ആസൂത്രണ വികസന ഏജൻസി. ജില്ലാ പരിഷത്ത് മാത്രമായിരിക്കണം ജില്ലാതല ആസൂത്രണ വികസന ഏജൻസി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാലാവധി എത്രയാക്കണം? 5 വർഷമാക്കണം എന്ന് നിർദ്ദേശിച്ചു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് ശുപാർശ ചെയ്തു. ആസൂത്രണത്തിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന തലത്തിൽ ആസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണം. ജില്ലാ പരിഷത്ത് പ്രസിഡന്റുമാർ അതിൽ അംഗങ്ങളായിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ
സംവരണം ജനസംഖ്യാ അനുപാതത്തിലായിരിക്കണം. വനിതാ സംവരണം ഉണ്ടായിരിക്കണം. ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജില്ലാ കളക്ടറെ നിയോഗിക്കണം. ഇത്രയുമാണ് പി കെ തുങ്കൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ. അടുത്തത് അശോക് മേത്ത കമ്മിറ്റി 1977 ഡിസംബറിൽ ജനതാ സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ കമ്മിറ്റിയുടെ പേര്. കമ്മിറ്റിയുടെ ചുമതല എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിന് കരുത്തു പകരാൻ മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അശോക് മേത്തയാണ് ചെയർമാൻ. കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് EMS കേട്ടോ. ഇനി 1978 ഓഗസ്റ്റ് 21 132 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചത്. അശോക് മേത്ത കമ്മിറ്റി 132 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ത്രിതല സമ്പ്രദായത്തിന് പകരം ദ്വിതല സമ്പ്രദായം നിർദ്ദേശിച്ചത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ദ്വിതല പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തും ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്തുമായിരുന്നു. ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്ത്, ഗ്രാമതലത്തിൽ ആരായിരുന്നു? മണ്ഡൽ പരിഷത്തുമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ മണ്ഡൽ പരിഷത്തിൽ 15,000 മുതൽ 20,000 വരെ 20,000 വരെ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയാണ്? അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ: 1. ജില്ലാതല പദ്ധതികളുടെ ആസൂത്രണവും ഉത്തരവാദിത്തവും ജില്ലാ പരിഷത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. ജില്ലാ പരിഷത്തിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കണം എന്നുള്ളത് ഒരു ശുപാർശ. രണ്ടാമത്തേത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ എല്ലാ തലങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ടായിരിക്കണം. സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ സമാഹരിക്കാൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിർബന്ധിത നികുതി അധികാരമുണ്ടായിരിക്കണം. ദുർബലരായ സാമൂഹിക സാമ്പത്തിക വിഭാഗങ്ങൾക്കായി അനുവദിച്ച ഫണ്ട് യഥാർത്ഥത്തിൽ അവർക്കായി ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ജില്ലാതല ഏജൻസിയും നിയമസഭാംഗങ്ങളുടെ ഒരു കമ്മിറ്റിയും പതിവായി സോഷ്യൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത്. അതുപോലെ ന്യായ പഞ്ചായത്തുകളെ വികസന പഞ്ചായത്തുകളിൽ നിന്ന് വേറിട്ടു നിർത്തണം. യോഗ്യതയുള്ള ഒരു ജഡ്ജി അവരെ നയിക്കണം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി കൂടിയാലോചിച്ച് പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുകയും നടത്തുകയും വേണം. പഞ്ചായത്തി രാജ് വകുപ്പിൽ ഒരു മന്ത്രിയെ നിയമിക്കണം. അദ്ദേഹം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സീറ്റുകൾ അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംവരണം ചെയ്യണം. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണം. ഓക്കെ, അപ്പോൾ ഇത്രയും ശുപാർശകളാണ് അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വച്ചത്. ഓക്കെ ആണല്ലോ, ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവനകളാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്ന് മാത്രമാണ് ശരിയായത്. പൗരത്വ നിയമനിർമ്മാണം പാർലമെന്റിന്റെ അധികാരത്തിൽ പെടുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ബാക്കിയെല്ലാം തെറ്റിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രസ്താവനയാണ് ഇവിടെ തെറ്റിപ്പോയത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ, തെറ്റിപ്പോയത്. ഭരണഘടനയുടെ 5 മുതൽ 12 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ്, അല്ലേ? 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് എന്തിനെക്കുറിച്ച്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ്? ഭാഗം 2 ആണ് കേട്ടോ. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2 കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? 2 ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം ആർജിക്കാൻ 10 വർഷം ഇന്ത്യയിൽ താമസിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം ലഭിക്കാനായിട്ട് രജിസ്ട്രേഷന് അപേക്ഷിക്കുന്നതിന് 7 വർഷം മുൻപ് വരെ ഇന്ത്യയിൽ താമസമുറപ്പിച്ച ഇന്ത്യൻ വംശജനാണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ആർജിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 പ്രസ്താവന തെറ്റിപ്പോയത്. ആദ്യത്തേത് ശരിയാ. പൗരത്വ നിയമനിർമ്മാണം പാർലമെന്റിൽ അധികാരപ്പെടുത്തുന്നു. അതെങ്ങനെയാണ്
അധികാരപ്പെടുത്തുന്നത്? പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യാൻ ഭരണഘടന പാർലമെന്റിനെ അധികാരപ്പെടുത്തുകയാണ്. ഇതനുസരിച്ച് പാർലമെന്റ് ആണ് പൗരത്വ നിയമമെല്ലാം പാസ്സാക്കുന്നത്. പൗരത്വ നിയമം പാസ്സാക്കിയത് എപ്പോഴാണ്? 1955 കേട്ടോ. ഓക്കെ. അപ്പോൾ പൗരത്വം നിലനിൽക്കുമ്പോഴാണ് ഒരു വ്യക്തി നിയമപരമായിട്ട് രാഷ്ട്രത്തിന്റെ ഭാഗമായി മാറുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏതാണ്? ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന് പറയുന്ന ഈ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു 5 മുതൽ 11 വരെയുള്ളതിലാണ് ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് കേട്ടോ. ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരാണ് 5. ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 6. ആർട്ടിക്കിൾ 7 പ്രതിപാദിക്കുന്നത് 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യയിൽ പൗരന്മാരായവർ 1946 ശേഷം എന്ത് ചെയ്തു? പാകിസ്ഥാനിലോട്ട് പോയി. പിന്നീട് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ പൗരത്വം അതിനുള്ള അവകാശമാണ് 7 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 8 പറയുന്നത് എന്താ? ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വമുണ്ട് അല്ലേ? ജനനം എവിടെയാ? ഇന്ത്യയിലാണ്. എന്നാൽ ജീവിക്കുന്നത് എവിടെയാണ്? പുറത്താണ് അല്ലേ? വിദേശത്തൊക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ പൗരാവകാശമാണ് 8 പറയുന്നത്. ഇനി 9 പറയുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല. വിദേശ പൗരത്വം പുറത്തുപോയി താമസിക്കുകയല്ല. വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരരല്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 10 പറയുന്നത് എന്താണ്? പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ചയാണ്. ആർട്ടിക്കിൾ 11 പറയുന്നത് പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ്. പൗരത്വത്തിനുള്ള അവകാശം ആർക്ക് ചെയ്യാം? പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 11. 5 മുതൽ 11 വരെയുള്ളതിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓരോന്നും എന്താണെന്ന് മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 5 പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ. ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 7 പറയുന്നത് 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യൻ പൗരന്മാരായവർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശങ്ങൾ. ആർട്ടിക്കിൾ 8 പറയുന്നത് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 9 പറയുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല. ആർട്ടിക്കിൾ 10 പറയുന്നത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച. 11 പറയുന്നത് പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ്. ഇനി ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഓക്കെ. ഇനി പൗരത്വം ഏറ്റെടുക്കുന്നതിനെ പറ്റിയോ നഷ്ടപ്പെടുന്നതിനെ പറ്റിയോ ഉള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യാൻ ഭരണഘടന എന്ത് ചെയ്യുകയാണ്? പാർലമെന്റിനെ അധികാരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൗരത്വം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നതും ഇന്ത്യ ഗവൺമെന്റ് ആണ്. റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? ഇന്ത്യ ഗവൺമെന്റിന് തന്നെയാണ്. ഇനി ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിലാണ് പൗരത്വം ആർജിക്കാനായിട്ട് പറ്റുന്നത്. 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നോക്കാം. 1 ബൈ ബർത്ത് ആണ്, അതായത് ജന്മസിദ്ധമായ പൗരത്വം. ബൈ ബർത്ത് കേട്ടോ, ജന്മസിദ്ധമായ പൗരത്വം. 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. ബൈ ഡിസെന്റ്. ഓക്കെ, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3 രജിസ്ട്രേഷൻ മുഖാന്തരം. ബൈ രജിസ്ട്രേഷൻ മുഖാന്തരമാണ് മൂന്നാമത്തേത്. 4 ചിരകാലവാസം മുഖേന. ബൈ നാച്ചുറലൈസേഷൻ അതിനെല്ലാം ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാറ്റമൊക്കെ വരും. ചിരകാലവാസം മുഖേന എന്നുള്ളതാണ്. ദെൻ അടുത്തത് പ്രാദേശിക സംയോജനം മൂലം. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഓക്കെ, ടെറിട്ടറീസ്.
അപ്പോൾ ഇങ്ങനെ 5 തരത്തിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുന്നത്. 5 രീതിയിൽ: ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം അഥവാ ബൈ ഡിസെൻറ്റ്, രജിസ്ട്രേഷൻ മുഖാന്തരം അഥവാ ബൈ രജിസ്ട്രേഷൻ, ചിരകാലവാസ മുഖേന ബൈ നാച്ചുറലൈസേഷൻ, പ്രാദേശിക സംയോജനം മൂലം ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് പറയാം. ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുമ്പോൾ 1950 ജനുവരി 26 അതിനുശേഷമോ എന്നാൽ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും അയാളുടെ മാതാപിതാക്കൾ ഏതു രാജ്യക്കാരനായിരുന്നാലും ഇന്ത്യൻ പൗരനായിട്ട് പരിഗണിക്കപ്പെടും. അതുപോലെ 1987 ജൂലൈ 1 അതിനുശേഷമോ ജനിച്ചവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായാൽ മാത്രമേ അവർക്ക് ഇന്ത്യൻ പൗരത്വം ജന്മാവകാശമായിട്ട് ലഭിക്കുകയുള്ളൂ. 1987 ജൂലൈ 1 ശേഷം, 1 അതിനുശേഷമോ ജനിച്ചവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായാൽ മാത്രമേ ഇന്ത്യൻ പൗരത്വം ജന്മാവകാശമായിട്ട് ലഭിക്കത്തുള്ളൂ. അതുപോലെ 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. 2004 ഡിസംബർ 3 ശേഷം ജനിക്കുന്നവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനുമാണെങ്കിൽ പൗരത്വം ലഭിക്കത്തില്ല. എന്നാൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ അംഗീകൃത കുടിയേറ്റക്കാരനുമാണെങ്കിൽ പൗരത്വം ലഭിക്കും. ഒന്നുകിൽ രണ്ടുപേരും അംഗീകൃതമായിരിക്കണം, അതായത് ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഇല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും അംഗീകൃത കുടിയേറ്റക്കാരനുമായിരിക്കണം ഒരാൾ. ഓക്കെ, അല്ല അംഗീകൃതമല്ലാതെ അനധികൃത കുടിയേറ്റക്കാരനാണെങ്കിൽ ലഭിക്കത്തില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട വിദേശ നയതന്ത്രജ്ഞരുടെ മക്കൾക്ക് ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കില്ല. ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട വിദേശ നയതന്ത്രജ്ഞരുടെ മക്കൾക്ക് എന്ത് ലഭിക്കില്ല? ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കില്ല. അടുത്തത് ബൈ ഡിസെന്റ് ആണ്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അതായത് 1950 ജനുവരി 26 അതിനുശേഷമോ എന്നാൽ 1992 ഡിസംബർ 10 മുൻപോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് ജനന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ പൗരത്വം പിന്തുടർച്ച വഴി ലഭിക്കും. എങ്ങനെയാണ്? 1950 ജനുവരി 26 അല്ലെങ്കിൽ അതിനുശേഷം 1992 ഡിസംബർ 10 അതിനു മുൻപോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് ജനന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ്, ഇദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ്? പുറത്തെവിടെയോ ആണ്. പക്ഷെ അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പൗരനാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പൗരത്വം എങ്ങനെ ലഭിക്കും? പിന്തുടർച്ച വഴി ലഭിക്കും. ഇനി 1992 ഡിസംബർ 10 അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജനന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നാൽ പൗരത്വം എന്ത് ചെയ്യും? പിന്തുടർച്ച വഴി ലഭിക്കും. രണ്ടുപേരും വേണമെന്നില്ല, ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിലും ജനന സമയത്ത് ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിലും പൗരത്വം ലഭിക്കും. പിന്നെ 2004 ഡിസംബർ 3 പറഞ്ഞില്ലേ നേരത്തെ, അതിനുശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കില്ല. പൗരത്വം ലഭിക്കണമെങ്കിൽ ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കണം. 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ പിന്തുടർച്ച വഴി ലഭിക്കില്ല. അവരെന്ത് ചെയ്യണം? ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കണം. അടുത്തത് ബൈ രജിസ്ട്രേഷൻ. ബൈ രജിസ്ട്രേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. രജിസ്ട്രേഷന് അപേക്ഷിക്കുന്നതിന് 7 വർഷം മുൻപ്, ഓക്കെ, ഇവിടെ 10 വർഷം എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. 7 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജൻ അതുപോലെ ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട പൗരത്വ അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുൻപ് ഇന്ത്യയിൽ താമസമുറപ്പിച്ച വ്യക്തി, അതുപോലെ ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളുടെ പ്രായപൂർത്തിയായ കുട്ടികൾ, മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായ പ്രായപൂർത്തിയായ വ്യക്തി, അദ്ദേഹം പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് 12 മാസം മുമ്പെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. പ്രായപൂർത്തിയായ പൗരത്വ അപേക്ഷകൻ 5 വർഷമായി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അപേക്ഷിക്കുമ്പോൾ 12 മാസമായി ഇന്ത്യയിൽ താമസക്കാരനുമായ വ്യക്തിയായിരിക്കണം എന്നും പറയുന്നുണ്ട്. അടുത്തത് ബൈ നാച്ചുറലൈസേഷൻ, ചിരകാലവാസം മുഖേന എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ്? അപേക്ഷകൻ ഇന്ത്യക്കാർക്ക് പൗരത്വം നിഷേധിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ പൗരൻ അല്ലെങ്കിൽ അപേക്ഷകൻ ഏതെങ്കിലും രാജ്യത്തെ പൗരനാണെങ്കിൽ ഇന്ത്യയിലെ പൗരത്വത്തിനുള്ള അപേക്ഷ സ്വീകരിക്കപ്പെടുന്ന മുറയ്ക്ക് മുൻ പൗരത്വം ഉപേക്ഷിക്കുമെങ്കിൽ, അല്ലെങ്കിൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപുള്ള 12 മാസക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഇന്ത്യൻ ഗവൺമെൻറ് സർവീസിൽ പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തി മുകളിൽ പറഞ്ഞ 12 മാസത്തിന് മുൻപുള്ള 14 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഗവൺമെൻറ് സർവീസിൽ പ്രവർത്തിക്കുകയോ ഭാഗികമായി ഒന്നിലും ഭാഗികമായി മറ്റൊന്നിലുമായി ആകെ 11 വർഷമെങ്കിലും ഇന്ത്യയിൽ ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, അപേക്ഷകൻ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ,
അതുപോലെ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഷയിൽ മതിയായ അറിവുള്ള വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ചിരകാലവാസം മുഖേന പൗരത്വം നേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. പിന്നെ അടുത്തത് ബൈ ഇൻകോർപ്പറേഷൻ ആൻഡ് ടെറിട്ടറി, അതായത് പ്രാദേശിക സംയോജനം മൂലം, അതായത് ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഏതെങ്കിലും പ്രദേശങ്ങളോ മേഖലയോ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന മുറയ്ക്ക് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? 3 രീതിയിലാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന് ബൈ റിനൗൺസിയേഷൻ, ഓക്കെ, പരിത്യാഗം, റിനൗൺസിയേഷൻ. അടുത്തത് ടെർമിനേഷൻ അല്ലെങ്കിൽ നിർത്തലാക്കൽ. അടുത്തത് ഡിപ്രിവിയേഷൻ അല്ലെങ്കിൽ പൗരത്വ അപഹരണം. ഇങ്ങനെ 3 രീതിയിലാണ് പൗരത്വം നഷ്ടമാവുന്നത്. പരിത്യാഗം അല്ലെങ്കിൽ നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. ഓക്കെ, ബൈ റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവിയേഷൻ എന്നുള്ളത്. അത് 3ഉം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനായിട്ടുള്ളത്.